നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ 12-ാം ദിവസം. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയുന്നു, പരിപൂർണമായി ശുദ്ധനായ ഒരു മനുഷ്യന്റെ സംരക്ഷണത്തിനും മേൽനോട്ടത്തിനും മറിയത്തെ ഭരമേൽപ്പിക്കുക എന്നത് ദൈവപരിപാലനയിൽ അത്യന്താപേക്ഷിതമാണ്. ചാരിത്ര ശുദ്ധത എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട പുണ്യമാണ്. ഏതൊരു മനുഷ്യൻ്റെയും ദൈവവിളി എന്തായാലും അവൻ ചാരിത്ര ശുദ്ധത കാത്തു സൂക്ഷിക്കാൻ കടപ്പെട്ടവനാണ്. മറുവശത്ത് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ചാരിത്ര ശുദ്ധതയുടെ മറ്റൊരു രൂപമാണ്. സ്വർഗരാജ്യത്തെ പ്രതി ബ്രഹ്മചര്യം പാലിക്കാനായി ദൈവം ചില സ്ത്രീ പുരുഷന്മാരെ വിളിക്കുന്നു. വിശുദ്ധ യൗസേപ്പിതാവ് നിർമ്മലനും ചാരിത്ര ശുദ്ധവാനുമാണ്. ആത്മാവും മനസ്സും ശരീരവും ദൈവത്തിന് സമർപ്പിച്ച ഒരു കന്യകയുമായി വിവാഹത്തിലേർപ്പെടാൻ ദൈവം അവനെ വിളിച്ചു. അവൻ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരനായിരുന്നു. ജോസഫൈറ്റ് വിവാഹം എന്ന വിവാഹാവസ്ഥയിലാണ് അവർ രണ്ടുപേരും ജീവിച്ചത്. അവരുടെ ദൈവവിളി തങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും ഒന്നായിരിക്കുക എന്നതായിരുന്നു. അവർ ദൈവത്തിന് പ്രതിഷ്ഠിതരും ആത്മാക്കളുടെ രക്ഷ എന്ന മഹത്തായ നന്മയ്ക്ക് വേണ്ടി സ്വാഭാവികമായ നന്മകൾ പരിത്യജിച്ചവരുമായിരുന്നു. വിശുദ്ധ യൗസേപ്പിതാവ് ഹൃദയത്തിൽ ശുദ്ധിയുള്ളവനാണ്. ഒരുവൻ നിർമ്മലനാകണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൽ ശുദ്ധതയുണ്ടാകണം. ഒരുവന്റെ ഹൃദയത്തിൽ ശുദ്ധതയില്ലെങ്കിൽ അവന് ദൈവത്തെ കാണാൻ സാധിക്കുകയില്ല. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ ഹൃദയം അസാധാരണമാംവിധം ശുദ്ധമാണ്. കൊല്ലങ്ങളോളം തൻ്റെ പുത്രൻ എന്ന വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ തിരുമുഖം വിശുദ്ധ യൗസേപ്പിതാവ് നോക്കിക്കണ്ടു. നയനങ്ങൾ ആത്മാവിലേക്കുള്ള കിളിവാതിലുകളാണെന്ന് കവികൾ പലപ്പോഴും പ്രസ്താവിക്കാറുണ്ട്. അത് സത്യമാണെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ച ഏതൊരു ഭർത്താവിനേക്കാൾ വിശുദ്ധ യൗസേപ്പിതാവിനാണ് ഏറ്റവും നിർമ്മലവും ശുദ്ധവുമായ നയനങ്ങളുള്ളത്. അവൻ്റെ നയനങ്ങളും ഹൃദയവും ശുദ്ധവും നിർമ്മലവും ഈശോയോടും മറിയത്തോടുമുള്ള സ്നേഹത്താൽ കത്തിജ്വലിച്ചതുമായിരുന്നു. നമ്മുടെ ആത്മീയ പിതാവായ വിശുദ്ധ യൗസേപ്പിതാവ് ഈശോ കഴിഞ്ഞാൽ ഏറ്റവും സൗമ്യതയുള്ള വ്യക്തിയായിരുന്നു. പുരുഷന്മാരുടെ ബ്രഹ്മചര്യത്തിന് ഏറ്റവും മഹത്തായ മാതൃകയായിരുന്നു വിശുദ്ധ യൗസേപ്പിതാവ്. ഈ ലോകത്തിൽ ഏറ്റവും സൗന്ദര്യവതിയായവളെയാണ് യൗസേപ്പിതാവ് വിവാഹം ചെയ്തത്. വിശുദ്ധ യൗസേപ്പിതാവ് പരിശുദ്ധ അമ്മയുടെ ബഹുമാനത്തോടും ആദരവോടും ഔന്നത്യത്തോടും കൂടി പെരുമാറി. എല്ലാ മനുഷ്യരും വിശുദ്ധ യൗസേപ്പിതാവിനെ പോലെ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യൗസേപ്പിതാവാണ് കന്യകയുടെ ആദ്യത്തെ നിർമ്മലനായ കാവൽക്കാരൻ. വളരെ ചുരുക്കം പേർ വ്രതാനുസരണമായ ചാരിത്രശുദ്ധത നിറഞ്ഞ ജീവിതം നയിക്കാൻ വിളിക്കപ്പെടുമ്പോൾ ഭൂരിഭാഗം മനുഷ്യരും വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നു. ഈ രണ്ട് ദൈവവിളികളും അത്യന്താപേക്ഷിതമാണ്. വിവാഹം കൂടാതെ മക്കളില്ലല്ലോ, വൈദികർ കൂടാതെ കൂദാശകളില്ലല്ലോ. വിവാഹിതരായവർ വിശുദ്ധ യൗസേപ്പിതാവിനെ പോലെ നിർമ്മലരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മെത്രാന്മാർക്കും വൈദികർക്കും വിശുദ്ധ യൗസേപ്പിതാവിനെ പോലെ കന്യകയായ സഭയോടുള്ള നിർമ്മലമായ സ്നേഹവും തങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന സൗന്ദര്യത്തിൻ്റെ സംരക്ഷകരും കാവൽക്കാരുമാകണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. നീതിമാനായ വിശുദ്ധ യൗസേപ്പിതാവ് ദൈവിക രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരനും കുടുംബത്തിൻ്റെ പിതാവും തൻ്റെ മണവാട്ടിയും വിശുദ്ധ സ്ഥലവുമാകുന്ന മറിയത്തിൻ്റെയും അവളിലുള്ള വചനത്തിൻ്റെയും കാവൽക്കാരനുമാണ്. സഭയാകുന്ന വധു ആരെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്? മെത്രാന്മാരുടെ പ്രതിരൂപമാണ് വിശുദ്ധ യൗസേപ്പിതാവ്. സഭ അവൻ്റെ സംരക്ഷണയിലാണ്, അല്ലാതെ അവൻ്റെ നടത്തിപ്പുകാരിയല്ല. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ വാക്കുകളാണിത്. കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരനായ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്കുള്ള ഈ യാത്രയിൽ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയം പോലെയുള്ള ഒരു ഹൃദയം നമ്മളിലും രൂപപ്പെടാൻ വേണ്ടി നമുക്കും ഈശോയോട് പ്രാർത്ഥിക്കാം. അനുദിന പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ, ആവേ ജോസഫ്. ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ അപ്പാ, എൻ്റെ രക്ഷകന്റെ അപ്പാ, കരുതേണമേ കാക്കേണമേ.
നീതിമാനാകും മാർയൗസേ പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനെ. നീതിമാനാകും മാർയൗസേ പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനെ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. അപ്പാ, എൻ്റെ രക്ഷകന്റെ അപ്പ,